അദ്ദേഹത്തിൻ്റെ ഏകാന്തത അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം തന്നെ കണ്ടെത്തിയ ഒരു മാർഗം. അതായത് രാവിലെ വീട്ടിലെപ്പണി ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് വെളിയിലേക്ക് പോയി വെറുതെ പോയി മണിമലയൊക്കെയൊന്ന് കറങ്ങി ചിലപ്പോൾ റാന്നി വരെ പോകും. എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് ആ ഒരു ദിവസത്തെ ഊർജം കിട്ടും. വൈകുന്നേരം അപ്പോഴത്തേനും കഴിയും. പിറ്റേ ദിവസം ഇത് ആവർത്തിക്കും. ഒരുപാട് അച്ഛനെ ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കിയിരുന്നു. കാരണം ഓരോ മനുഷ്യനും വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങോട്ട് ഇറങ്ങാതെ ആരോട് സംസാരിക്കാതെ കഴിയും. പക്ഷെ അദ്ദേഹം തന്നെ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ കാണുന്നത് ഈ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ ചുറ്റുപാടും താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ സ്ഥലം വിൽക്കുവാനിടയാവുകയും അപ്പോൾ അദ്ദേഹത്തിന് ഈ വഴി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടാണ് അന്നും അദ്ദേഹം വളരെ ഇതായിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് അത് നൽകാനും അത് അവർക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുമാണ് അദ്ദേഹം പോയത്. അതിൽ അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ തന്നെ നല്ല ഒരു സ്ഥാനം നൽകും എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. എല്ലാവരെയും ഈ വാർഡിൻ്റെയും പേരിലുള്ള അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. പ്രിയ മെമ്പറുള്ള നന്ദി കുടുംബത്തിൻ്റെ പേരിലും ദേവസ്വയുടെ പേരിലുള്ള നന്ദി അറിയിക്കും. തുടർന്ന് കർത്താവിദാസൻ ജോയി ലൂക്കോസ് അവരോട് അനുശോചനത്തായി